നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ ഇന്ത്യൻ നാഷണലിസത്തിന്റെ എമർജൻസിൽ പ്രസ് പത്രങ്ങൾ വഹിച്ച പങ്ക് എന്താണ് എന്നതാണ്. പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യകാല ഒരു പത്രവാർത്ത നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് എത്രത്തോളം ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലെ ആ പത്രവാർത്തയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിൽ ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ, വാട്ട് ഡിഡ് ദി ന്യൂസ് പേപ്പേഴ്സ് ഡു ഡ്യൂറിങ് ഫ്രീഡം മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും പത്രങ്ങൾ എന്താണ് ചെയ്തത്, പത്രങ്ങളുടെ പങ്ക് എന്തായിരുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ആ പത്രങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ ദേശീയത വളർത്തിയത്, നാഷണലിസം വളർത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ പത്രങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഈ ബോക്സിലുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ഡിസെമിനേറ്റഡ് information on massacres, oppression and repressive rule in various parts of the country. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ബ്രിട്ടീഷുകാർ നടത്തുന്ന മർദ്ദക ഭരണങ്ങൾ, ചൂഷണങ്ങൾ, അടിച്ചമർത്തലുകൾ, അതേപോലെ കൂട്ടക്കൊലകൾ, അതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾക്ക് വിവരം നൽകി. അതുപോലെ പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ ഏബിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്. ബ്രഹ്മസമാജം, ആര്യ സമാജമൊക്കെ പോലെയുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിച്ചു. ദെൻ next one, motivated the people to protest against the British rule and evils in Indian society. ഇന്ത്യൻ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു. എന്തിന്? ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാനും, ആൻഡ് ഓൾസോ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ഈവിൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ഈവിൾസ് ഉണ്ട്, അനാചാരങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെയുണ്ട്. അപ്പൊ അതിനെതിരെയും പോരാടാൻ, ബ്രിട്ടീഷുകാർക്കെതിരെയും ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെയും പോരാടാൻ ഇന്ത്യയിലെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു. Then get abreast of the global agitations for freedom, democracy, equality. ലോകത്തിന്റെ പല ഭാഗത്തും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടിയൊക്കെ പോരാട്ടങ്ങളും സമരങ്ങളും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെയും അറിയിച്ചു കൊടുത്തു. ഇന്ത്യയിലെ ജനങ്ങളിലേക്കും അത്തരം വാർത്തകൾ എത്തിച്ചു. അപ്പൊ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, ആ സമരങ്ങളിൽ ജനങ്ങൾ വിജയിക്കുന്നതൊക്കെ ഇന്ത്യൻ ജനങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങൾക്കും അത്തരത്തിലുള്ള അവകാശങ്ങൾ വേണം, സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കാൻ അത് കാരണമായി. ഓക്കെ, അതേപോലെ ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓൺ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ബ്രിട്ടീഷുകാർ എങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള പത്രങ്ങളിലൂടെയായിരുന്നു. And last point, reported the calamities like plague and famines that killed thousands of Indians in various regions. പ്ലേഗ്, ക്ഷാമം പോലെയുള്ള അസുഖങ്ങൾ കാരണം, പകർച്ചവ്യാധികൾ കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള റോളാണ് പത്രങ്ങൾ വഹിച്ചിരുന്നത്. അപ്പോ ഡ്യൂറിങ് ഫ്രീഡം മൂവ്മെന്റ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പത്രങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഒരു 4 മാർക്കിന് വരെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട് പത്രങ്ങളുടെ പങ്ക് ചോദിച്ചിട്ട്. എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ട, എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. GK എന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷകളൊക്കെ, ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പത്രങ്ങളുടെ പേരും അതിന്റെ ലീഡേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഇതിൽ ചിലതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതായിരിക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, ഹരിജൻ, ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അങ്ങനെയുള്ള ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം അല്ലെ. ദി ഹിന്ദു, സ്വദേശിമിത്രം, അമൃത് ബസാർ പത്രിക, ബോംബെ സമാചാർ, കേസരി, മറാത്ത, ബംഗാളി, വോയിസ് ഓഫ് ഇന്ത്യ, ഷോം പ്രകാശ്, ന്യൂ ഇന്ത്യ, കോമൺവീൽ, യങ് ഇന്ത്യ, ഹരിജൻ, അൽ ഹിലാൽ, വന്ദേമാതരം, നേഷൻ, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട പത്രങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു, ദേശീയ സമരകാലത്ത് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ലീഡേഴ്സ് ഇവരൊക്കെയാണ് എന്നാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അത് എക്സ്ട്രാ റീഡിംഗ് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളതല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു പോകുന്നില്ല. ഓക്കെ, നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ദെൻ Indian leaders mostly depended on newspapers to propagate their nationalistic ideologies. Okay, Indian leaders mostly depended on newspapers. ഇന്ത്യയിലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ, നമ്മുടെ ആദ്യകാല നേതാക്കന്മാരൊക്കെ
പ്രധാനമായും പത്രങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ആശയങ്ങൾ, ദേശീയ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പത്രങ്ങളെയാണ് സ്വാധീനിച്ചത്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം, പ്രധാനമന്ത്രിയാണെങ്കിലും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരാണെങ്കിലും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് തന്നെ അവർ ട്വീറ്റ് ചെയ്യും. ട്വിറ്ററിൽ, ഫേസ്ബുക്കിലൊക്കെ കുറിക്കുക ചെയ്യുക, അല്ലെ? അപ്പോൾ അങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർ ജനങ്ങളുമായിട്ട് കൂടുതലും സംവദിക്കുന്നത്. എന്നാൽ അക്കാലത്ത് പത്രങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുക. They considered journalism as a social service. ശ്രദ്ധിക്കണേ, അന്നത്തെ കാലത്ത് പത്രപ്രവർത്തനം അവര് ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് കണക്കാക്കിയത്. ഇന്ന് വലിയൊരു ബിസിനസ്സാണ്, അല്ലെ? വാർത്തകൾ അറിയിക്കുന്നതിന്റെ കൂടെ കുറെ പരസ്യങ്ങളും കൊടുക്കുന്നു. അങ്ങനെ പരസ്യത്തിൽ നിന്നും ഭീമമായ വരുമാനം പത്ര കമ്പനികൾ, പത്ര മുതലാളിമാരുണ്ടാക്കുന്നു. അപ്പൊ ഇന്ന് ജേർണലിസം ഒരു സർവീസ് അല്ല, അതൊരു ബിസിനസ്സാണ്. എന്നാലും അന്ന് എന്തായിരുന്നു? ഒരു സർവീസ് ആയിട്ടാണ് ജേർണലിസത്തെ കണ്ടിരുന്നത്, പത്രപ്രവർത്തനത്തെ കണ്ടിരുന്നത്. The newspapers criticized the British policies and motivated national movement. ഈ ഇന്ത്യൻ ലീഡേഴ്സിന്റെ പത്രങ്ങളൊക്കെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ നയങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്ത് വിമർശിച്ചു. അതേപോലെ തന്നെ മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തെ കൂടുതൽ എന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ റിനൈസൻസിന്റെ ഫാദർ, അല്ലെ? ആദ്യം മുംബൈ നടന്ന വ്യക്തി, നവോത്ഥാന നായകൻ എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് രാജാറാം മോഹൻ റോയ്. ഈ പത്രങ്ങളുടെ കാര്യത്തിലും നമ്മൾ അദ്ദേഹത്തെയാണ് ആദ്യം പറയുന്നത്. രാജാറാം മോഹൻ റോയ് വാസ് ദി ഫസ്റ്റ് to start newspaper with a national perspective. ദേശീയ കാഴ്ചപ്പാടോടുകൂടി, ഒരു നാഷണൽ പെർസ്പെക്റ്റീവ്, ദേശീയ കാഴ്ചപ്പാടോടുകൂടി ആദ്യമായി ഒരു പത്രം തുടങ്ങിയ വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പൊ അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേര് ഇവിടെ നമ്മൾ പഠിക്കണം. ഹിസ് സമ്പദ് കൗമുദി ഇൻ ബംഗാളി, മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ, focused on social reformation, democracy and nationalism. സാമൂഹ്യ പരിഷ്കരണം, ജനാധിപത്യം, ദേശീയത, ഈ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച 2 പത്രങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമ്പദ് കൗമുദി, അത് ഏത് ലാംഗ്വേജ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കണം. സമ്പദ് കൗമുദി ഇൻ ബംഗാളി, മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും ബംഗാളി ഭാഷയിലെ സമ്പദ് കൗമുദിയും രാജാറാം മോഹൻ റോയിയുടെ 2 പത്രങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതും എങ്ങനെയുള്ള, എന്ത് ബേസിലുള്ള പത്രങ്ങളാണ്? സോഷ്യൽ റിഫോർമേഷൻ, ഡെമോക്രസി ആൻഡ് നാഷണലിസം. ഈ ഒരു മൂന്ന് ഫോക്കസ് പോയിന്റിലുള്ള ഈ ഒരു 3 പോയിന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പത്രങ്ങളാണ്, അല്ലെ? ഈ ഒരു 3 ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പത്രങ്ങളാണ്. Following his path, many reformers and national leaders published newspapers in regional languages. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് പിന്നീട് പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ദേശീയ നേതാക്കളും ഒക്കെ ഇങ്ങനെയുള്ള പത്രങ്ങൾ പല പല ഭാഷകളിൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പത്രങ്ങളുടെ പേരുകളൊക്കെ. അങ്ങനെ പത്രങ്ങൾ വലിയ തോതിൽ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോൾ, റിയലൈസിംഗ് ദി പവർ ഓഫ് പ്രസ്, ദി ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് stringent measures or strict measures to control them. അപ്പൊ പത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, ജനങ്ങളെ മനസ്സിനത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായപ്പോൾ ബ്രിട്ടീഷുകാർ പത്രങ്ങളെ ഒന്ന് കടിഞ്ഞാണിടാൻ, ഒന്ന് നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരു നിയമം കൊണ്ടുവന്നു. ദി വെർണാക്കുലർ പ്രസ് ആക്ട് enacted by Lord Lytton in 1878 was one of them. 1878 ലിട്ടൺ പ്രഭു കൊണ്ടുവന്നൊരു നിയമമാണ് വെർണാക്കുലർ പ്രസ് ആക്ട്. വെർണാക്കുലർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രാദേശിക ഭാഷ എന്നുള്ള അർത്ഥമാണ്. സോ വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവന്നു. ഇമ്പോർട്ടന്റ് ആണ്. 1878 ലിട്ടൺ പ്രഭുവിന്റെ വെർണാക്കുലർ പ്രസ് ആക്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇറ്റ് കർബ്ഡ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. അതായത് പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പല നിയന്ത്രണങ്ങളും പത്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ നിയമമായിരുന്നു ഇത്. എന്നാൽ ദി ബ്രിട്ടീഷ് വിഡ്രോ ദി ആക്ട് ആഫ്റ്റർ എ മാസീവ് പ്രൊട്ടസ്റ്റ്. അതായത് ജനങ്ങളുടെ കനത്ത പ്രതിഷേധം കാരണം ബ്രിട്ടീഷുകാർക്ക് ഒടുവിൽ ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ. During those days, protection, circulation and reading newspapers were considered to be a part of freedom struggle. അന്നത്തെ കാലത്ത് പത്രങ്ങൾ പുറത്തിറക്കൽ മാത്രമല്ല, ആ പത്രങ്ങൾ സംരക്ഷിക്കുക, ബ്രിട്ടീഷുകാരിൽ നിന്നും പത്രങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക,
അതേപോലെ പത്രങ്ങൾ എല്ലാവരിലേക്കും സർക്കുലേറ്റ് ചെയ്യുക, വിതരണം ചെയ്യുക. അതേപോലെ പത്രങ്ങൾ വായിക്കുന്നത് പോലും, ഈവൻ റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് വർ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കണക്കാക്കിയിരുന്നു. ഓക്കെ, പത്രങ്ങൾ പുറത്തിറക്കലല്ല, അത് പുറത്തിറക്കൽ മാത്രമല്ല, അത് വായിക്കലും, ബ്രിട്ടീഷുകാർ കാണാതെ അത് സംരക്ഷിക്കലും, അതേപോലെ അത് വിതരണം ചെയ്യലും, അത് വായിക്കലും ഒക്കെ, അതിലെ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കലും എല്ലാം ദേശസ്നേഹത്തിന്റെ, അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ജനങ്ങൾ കണക്കാക്കിയിരുന്നു. അപ്പൊ പത്രങ്ങൾ വലിയ തോതിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ റിയലൈസ് ചെയ്യാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇന്ത്യൻ നാഷണലിസം വളർത്തുന്നതിൽ പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. ഇന്ത്യൻ നാഷണലിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ 3 ഫാക്ടേഴ്സ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂൾ. രണ്ടാമത്തേത് സോഷ്യൽ റിഫോംസ്, അല്ലെ, സാമൂഹ്യ പരിഷ്കരണം. മൂന്നാമത്തേത് പ്രസ്, പത്രങ്ങൾ. ഇനി 4ാമത്തെ പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ഫോർ ദി നേഷൻ. എഡ്യൂക്കേഷൻ എന്നുള്ള പോയിന്റ്, വിദ്യാഭ്യാസം. നമ്മളിൽ ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തിയ, നാഷണലിസത്തിന്റെ എമർജൻസിന് കാരണമായ മറ്റൊരു പ്രധാന ഘടകമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസം. അപ്പോ എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിവിടെ പറയുന്നത്? ഇവിടെ 3 ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. രാജാറാം മോഹൻ റോയ്, കേശവ് ചന്ദ്ര സെൻ, വീരേശലിംഗം, ഇങ്ങനെയുള്ള 3 ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. ഏറ്റവും ആദ്യം രാജാറാം മോഹൻ റോയ് പറയുന്നു, ഇഫ് ദി ഇന്ത്യൻസ് ഗെറ്റ് പ്രോപ്പർ എഡ്യൂക്കേഷൻ they will gain due respect from everyone. അതായത് ഇന്ത്യക്കാർക്ക് ശരിയായ നല്ല വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനതയെ എല്ലാവരും ബഹുമാനിക്കും. ഓക്കെ, എല്ലാവരുടെയും ആദരവിന് അവര് പാത്രമാകുമെന്നുള്ള അർത്ഥം. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എല്ലാവരും ഒരു റെസ്പെക്ട് തരും. കേശവ് ചന്ദ്ര സെൻ പറയുന്നത് എന്താ? ഇഫ് ബോത്ത് ദി റിച്ച് ആൻഡ് ദി പുവർ ഗെറ്റ് ഇനഫ് എഡ്യൂക്കേഷൻ ദേ വിൽ ബി ഏബിൾ ടു ഫൈറ്റ് യുണൈറ്റഡ്ലി അഗൈൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് അട്രോസിറ്റീസ് ആൻഡ് ക്രൂവൽറ്റീസ് meted out to them. അതായത് പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഒരേപോലെ വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരായുള്ള കടന്നാക്രമണങ്ങളെയും ക്രൂരതകളെയും അടിച്ചമർത്തലുകളെയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, അതായത് പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ വിദ്യാഭ്യാസം കിട്ടിയാൽ അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീരേശലിംഗം ഒരു സോഷ്യൽ റിഫോർമർ ആണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം പറയുന്നു, ദി എഡ്യൂക്കേറ്റഡ് ആർ ദി സ്പോക്സ്മെൻ ഓഫ് ചേഞ്ച്. വിദ്യാസമ്പന്നർ, വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഓക്കെ, അവരാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അവർക്കാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തത്, അല്ലെ? ഓക്കെ, അതൊന്നും എക്സാമിന് വേണ്ടി നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതില്ല. ഇതുവരെ ചോദ്യം, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ചോദ്യം ഈ ഒരു ഭാഗത്തുനിന്ന് ഇത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടൊന്നും വന്നിട്ടില്ല. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തതാണ്. These are the vision of various social reformers on the importance and necessity of education. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് 3 ആൾക്കാർ പറഞ്ഞതാണ്. Identify the role of education from these observations to bring about changes in society, to maintain unity. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതേപോലെ സമൂഹത്തിൽ ഐക്യം നിലനിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിനുള്ളത് എന്ന് ഈ ഒബ്സർവേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ഓക്കെ, അതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ ഇവിടെ പറഞ്ഞു പോയതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. Establishing national educational institutions was the main means adopted for inculcating nationalism. ഓക്കെ, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചക്ക്, ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് അല്ലെങ്കിൽ വളർച്ചക്ക് വഴിയൊരുക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദേശീയ വിദ്യാലയങ്ങളാണ്. എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാസ് ദി മെയിൻ മീൻസ് അഡോപ്റ്റഡ് ഫോർ ഇൻകൾക്കേറ്റിംഗ് നാഷണലിസം. ഇന്ത്യൻ ജനതയിൽ ദേശീയത വളർത്താൻ, ദേശീയ ബോധം ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദേശീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കലായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ നാഷണൽ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേശീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയാൽ ദേ ഇംപാർട്ടഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഇങ്ങനെയുള്ള ദേശീയ വിദ്യാലയങ്ങൾ, നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്തത്? ദേ ഇംപാർട്ടഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. എന്താ സെക്യുലർ എഡ്യൂക്കേഷൻ? മതേതര വിദ്യാഭ്യാസം. സമൂഹത്തിലുള്ള എല്ലാവർക്കും
മതേതര വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യലായിരുന്നു നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം. എന്താ മതേതര വിദ്യാഭ്യാസം? മതേതര വിദ്യാഭ്യാസം എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസമല്ല എന്ന്. ഓക്കെ, മതമല്ല അവിടുത്തെ വിഷയം, മറിച്ച് ശാസ്ത്രമാണ്, സാങ്കേതിക വിദ്യകളാണ്, അങ്ങനെയുള്ള മറ്റ് സബ്ജക്റ്റുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് എന്തല്ല, മതത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല, ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയുള്ളതല്ല. സോ അങ്ങനെയുള്ള സെക്യുലർ എഡ്യൂക്കേഷൻ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക, ഇമ്പാർട്ട് ചെയ്യുക എന്നതായിരുന്നു നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ദേശീയ വിദ്യാലയങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ഇവിടെ പറയുന്നത് ദി ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി, founded in 1884 in Pune by G.G. Agarkar, Balagangadhar Tilak, Mahadev Govind Ranade, was one of such educational institutions. Okay, അപ്പോൾ ഒന്നുകൂടി നമ്മളെ ഹെഡിങ് നോക്കിക്കോ, എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ നാഷണലിസത്തെ എങ്ങനെ സഹായിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും 4-5 വരുന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇൻ 1884 ആണ്. ഫൗണ്ടഡ് ബൈ ആരൊക്കെയാ? G.G. Agarkar, ബാലഗംഗാധര തിലക് ആൻഡ് M.G. റാനഡെ, മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ നമ്മൾ ചില അപ്പുറത്തെ പേജിലൊക്കെ എന്തുണ്ട്, കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, അതിന്റെ വർഷമുണ്ട്, അതിന്റെ സ്ഥാപകർ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് അതുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തേത് 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരൊക്കെയാണ്? G.G. Agarkar, ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ് റാനഡെ. Okay, then the founders were well aware that education was inevitable in the socio-economic and cultural progress of the country. അതായത് ഈ സ്ഥാപകർക്ക്, ഈ ഒരു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരായിട്ടുള്ള ഈ ആളുകളുണ്ടല്ലോ, ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ത്, നമ്മുടെ രാജ്യത്തിന്റെ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ്സിന്, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചയ്ക്ക്, വികാസത്തിന് എന്ത് അത്യാവശ്യമാണ്? വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് അവർക്ക് തിരിച്ചറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, then the Swadeshi movement, which started after the partition of Bengal in 1905, influenced to found many educational institutions for the propagation of national education. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതാണ് 1905 ബംഗാൾ വിഭജനവും അതേ തുടർന്നുണ്ടായിട്ടുള്ള സ്വദേശി മൂവ്മെന്റും ഒക്കെ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞതാണ്. സ്വദേശി മൂവ്മെന്റ് എന്താണെന്നതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അപ്പോൾ 1905 ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചക്കായി ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് എന്താ സ്വദേശി പ്രസ്ഥാനം? ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കുക, പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സ്കൂളുകളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോന്നു, പകരം ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ജോയിൻ ചെയ്തു. അപ്പോ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്ത്യൻ വിദ്യാലയങ്ങൾ, ദേശീയത വളർത്താൻ വേണ്ടി ഇന്ത്യൻ വിദ്യാലയങ്ങൾ രൂപപ്പെട്ടു. D.K. Karve started the first Indian Women University in Maharashtra in 1916. ഓക്കെ, അടുത്തൊരു സ്ഥാപനം പറയുന്നു 1916 ഇന്ത്യസ് ഫസ്റ്റ് വിമൻ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ വനിതാ സർവകലാശാല. D.K. കാർവെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് he was motivated by the concept that education had a pivotal role in women empowerment. അതായത് സ്ത്രീകൾക്ക് എംപവർമെന്റ് ഉണ്ടാവണമെങ്കിൽ, സ്ത്രീകൾക്ക് വളർച്ച അല്ലെങ്കിൽ ഒരു ഉന്നമനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി D.K. കാർവെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Following this, many educational institutions were founded in various parts of the India. ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായി. And their major objectives were promotion of nationalism, opposition to social evils and rejection of Western education.
അപ്പൊ ഇങ്ങനെയുള്ള നാഷണലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അവയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? പ്രൊമോഷൻ ഓഫ് നാഷണലിസം, ദേശീയത വളർത്തുക. ഒപ്പോസിഷൻ ടു സോഷ്യൽ ഈവിൾ, സമൂഹത്തിലെ അനാചാരങ്ങളെ എതിർക്കുക. റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. എന്താ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ? പാശ്ചാത്യ വിദ്യാഭ്യാസം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ എതിർക്കുക, തള്ളിക്കളയുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി രാജ്യത്തിന്റെ പല ഭാഗത്തും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തു? ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ 2 സ്ഥാപനങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതേപോലെ ഇന്ത്യയിലെ ഫസ്റ്റ് വിമൻ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര 1916 ആണ്, DK കാർവേ ആണ്. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോവാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി, ദി യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ ബംഗാൾ. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അതെന്തിനാ ഫോക്കസ് ചെയ്തത്? ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു നാഷണലിസം. എല്ലാത്തിന്റെയും ലക്ഷ്യമാണ്, കൂട്ടത്തിൽ അത് കൂടാതെയുള്ള കാര്യം പറയുന്നത് കേട്ടോ. യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എന്താ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ? ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സഹോദര്യമാണ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് അതായത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ത്യക്കാരെന്നുള്ള ഒരു രൂപം മാത്രമല്ല, അല്ലെങ്കിൽ അന്തർദേശീയ സാഹോദര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അന്തർദേശീയ സാഹോദര്യം, ഇന്ത്യക്കാർക്കിടയിൽ മാത്രം പോരാ. ഈ ഒരു ബ്രദർഹുഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ്. അന്തർദേശീയ, ലോകത്തുള്ള എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്. ഓക്കെ, സോ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഓക്കെ, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്താണ് അതിന്റെ അർത്ഥം? അന്തർദേശീയ സാഹോദര്യം. ഓക്കെ, വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി Tagore aimed at a system of education that would bridge Western and Eastern culture. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പല സോഷ്യൽ റിഫോമേഴ്സും വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ, റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു വൺ ഓഫ് ദി മേജർ എയിം ഓഫ് നാഷണലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയുള്ള ദേശീയ കാഴ്ചപ്പാടോട് കൂടി ഫോം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ, ദേശീയ വിദ്യാലയങ്ങളുടെ, നാഷണൽ സ്കൂളുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ റിജക്ഷൻ ആയിരുന്നു. എന്നാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൺസെപ്റ്റ് പ്രകാരം അദ്ദേഹം എന്തിനാ ശ്രമിച്ചത്? ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേൺ കൾച്ചറിന്റെയും ഈസ്റ്റേൺ കൾച്ചറിന്റെയും ഒരു സമന്വയ രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതായത് ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ കൾച്ചറാണ്. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ, യൂറോപ്യരുടെ, പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെ കൾച്ചറാണ്. ഈ രണ്ടിന്റെയും ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രൂപമായിരുന്നു ആരാഗ്രഹിച്ചത്? ടാഗോർ ആഗ്രഹിച്ചത്. നമ്മളാണ് കേമം, അല്ലെങ്കിൽ അവരാണ് കേമം, അവര് മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ മോശമാണ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അല്ല. എല്ലാവർക്കും എന്തുണ്ട്? നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പോ അവരുടെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ടാഗോർ ഇവിടെ ലക്ഷ്യം വെച്ചത്. Okay, similarly, when the national movement became strong under the leadership of Mahatma Gandhi, a team led by Maulana Muhammad Ali, Shaukat Ali, Dr. Zakir Hussain and M.A. Ansari founded Jamia Millia Islamia in Aligarh. അടുത്ത സ്ഥാപനം പറയുന്നു മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി അഥവാ അലി ബ്രദേഴ്സ് അല്ലെ, ഡോക്ടർ സക്കീർ ഹുസൈൻ, M.A. അൻസാരി, ഇവർ ചേർന്നുണ്ടാക്കിയതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സെക്യുലർ എഡ്യൂക്കേഷൻ ആണ്. സെക്യുലർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ മതേതര വിദ്യാഭ്യാസം. ഓക്കെ, അപ്പൊ അടുത്ത സ്ഥാപനം ജാമിയ മില്ലിയ ഇസ്ലാമിയ, സ്ഥാപകര് അലി ബ്രദേഴ്സ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, M.A. അൻസാരി. മെയിൻ ഒബ്ജക്റ്റീവ് സെക്യുലർ എഡ്യൂക്കേഷൻ. ഓക്കെ, സെക്യുലർ എഡ്യൂക്കേഷൻ. ദെൻ അടുത്തത്, intrusion of Western arts and education ruined Indian traditional arts. Many initiatives were taken to defend the cultural invasion and promote traditional art. അതായത് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ് എന്തിനും കാരണമായിട്ടുണ്ട്? നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചക്ക് കാരണമായിട്ട്. പാരമ്പര്യ കലാരൂപങ്ങൾ, ഇന്ത്യൻ ട്രഡീഷണൽ ആർട്സ് തകരാൻ എന്ത് കാരണമായിട്ടുണ്ട്? ബ്രിട്ടീഷുകാരുടെ വെസ്റ്റേൺ ആർട്സ് വന്നത് കാരണമായിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മുടെ കലാരൂപങ്ങളെ, ഇന്ത്യൻ ട്രഡീഷണൽ ആർട്സിനെ വീണ്ടും ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പല സ്ഥാപനങ്ങളും ഉണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം ഇൻ ചെറുതുരുത്തി വില്ലേജ് ഓഫ് തൃശൂർ, ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ.
എന്തിനാണ്? ഫോർ ദി റിവൈവൽ ഓഫ് ഇന്ത്യൻ ട്രഡീഷണൽ ആർട്സ്. കേരള കലാമണ്ഡലം അറ്റ് തൃശൂർ, മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, ഇനി ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ് ഉണ്ട്. 1937 ഗാന്ധിജിയുടെ എഡ്യൂക്കേഷണൽ പ്ലാൻ. ആ ഒരു പ്ലാൻ അറിയപ്പെടുന്നത് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി മഹാത്മാഗാന്ധിയാണ്. 1937 ആണ്. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഓക്കെ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, വാർധ എഡ്യൂക്കേഷൻ, 1937, Mahatma Gandhi. He thought that vocational training during education would help build up a good future. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം എന്ത് കിട്ടുകയാണെങ്കിൽ ഒരു ജോലി കൂടി അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഗാന്ധിജി believed that such generation could defend the British easily. ബ്രിട്ടീഷുകാരെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ അങ്ങനെയുള്ള ഒരു തലമുറക്ക് സാധിക്കുമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് എക്സ്ട്രാ റിംഗ് ആണ്, നിങ്ങൾ പിന്നീട് നോക്കിക്കോളാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളും അതിന്റെ ആശയങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്യുലറിസം, ഓക്കെ, സെക്യുലറിസം അഥവാ മതേതര വിദ്യാഭ്യാസം അല്ലെ, ഏത് സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു മതേതര വിദ്യാഭ്യാസം? അത് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതേപോലെ ദേശീയത, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. സ്ത്രീകളുടെ ഉന്നമനം, വിമൻ എംപവർമെന്റ്, അതിനു വേണ്ടിയിട്ടാണ് 1916 ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ യൂണിവേഴ്സിറ്റി അല്ലെ, ബോംബെ. അതേപോലെ ഇന്റർനാഷണലിസം, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, റിവൈവൽ ഓഫ് ട്രഡീഷണൽ ആർട്സ്, കേരള കലാമണ്ഡലം, പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഫോറിൻ റൂൾ ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ഗാന്ധിജിയുടെ വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി.